ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചീര നുള്ളാൻ പോവാം. അമ്മൂനിന്ന് ചീര പേര് വേണമെന്ന് പറഞ്ഞപ്പോൾ ചീര കൊതുക് കടിക്കുന്നുണ്ട്, നല്ല കൊതുകുണ്ട് കേട്ടോ മഴയായപ്പോൾ. അപ്പോൾ ചീര നുള്ളാൻ വിചാരിച്ചു രാവിലെ. നോക്കട്ടെ ചീര ഉണ്ടോയെന്നറിയില്ല, മഴയായതുകൊണ്ട് അത് നാശമായിപ്പോവും. നമ്മുടെ ഈ എന്താ പറയുക, പറമ്പിൽ സൈഡിൽ കൂടെ ഇങ്ങനെ വെക്കുന്ന എന്താ അമേരിക്കൻ ചീരയോ അങ്ങനെ എന്തൊക്കെയോ അതിന് പറയാം. ഒരു നീണ്ടത്തുള്ള കാണിച്ചതേ ഈ ചീര കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. അപ്പോൾ ചീര നുള്ളട്ടെ. ഇതിങ്ങനെ ഇതിൻ്റെ തല, എനിക്ക് ഈ ചീര ഭയങ്കര ഇഷ്ടമാട്ടോ. മൂത്ത് വീഴുന്നതായിട്ട്. പിന്നെ ഉപ്പേരി വെച്ചാലും ഞങ്ങൾക്ക് വേറെ കറിയൊന്നും വേണ്ട. ഇത് മാത്രം, ഇതും അച്ചാറ് മാത്രം കൂട്ടി ഞാൻ ചോറ് തിന്നുമായിരുന്നേ. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പച്ചക്കറികൾ, പച്ചയായ ഇലക്കറികൾ, ചീര, മുരിങ്ങയില അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല എനിക്ക്. അപ്പോൾ അതൊക്കെ നിർത്തിയായിരുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കൊതുക് കൂടുമ്പോൾ കഴിക്കും കേട്ടോ. ഞാൻ വിചാരിച്ചപ്പോൾ ഒന്നും കഴിക്കില്ല. അതുപോലെ അച്ചാറ്, പപ്പടം ഒന്നും കഴിക്കാൻ പാടില്ല എന്നിട്ട് അതൊന്നും കഴിക്കല്ലായിരുന്നേ. ഇപ്പൊക്കെ ഞാൻ കഴിക്കും. എപ്പോഴും കഴിക്കില്ല, വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ 6 മണിക്കൊരു ഗുളികയുണ്ടത്, അത് കഴിക്കുന്ന ആ സമയത്ത് രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ ഒന്നും ഇത് കഴിക്കാൻ പാടില്ല, ഇലക്കറികളൊന്നും. രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല പോലും. അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കൗണ്ട് പിന്നെ ക്ലിയർ ആവില്ല. ഒന്നില്ലേ കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോവും. അതുകൊണ്ടാണിത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗുളിക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഗുളികയുടെ ഡോസ്. അപ്പം ഞാൻ രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കഴിക്കും. അപ്പോൾ ഞാൻ ചീര നുള്ളട്ടെ കേട്ടോ. ഇത് മൊത്തം നുള്ളാണ്ട് മൂത്തുപോയി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്നലെ രാത്രി എടുത്ത വീഡിയോ കേട്ടോ ഇത്. ഇന്നലെ രാത്രി എടുത്തിനോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ അവൾ കുട്ടിയിൽ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന പേപ്പർ വെച്ച് എന്തൊക്കെയോ പരിപാടിയാണ്, പഠിക്കാനൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് ഇരുന്ന് ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കാട്ടോ. അപ്പം ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ചീത്ത പറയാം, ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് അമ്മ എന്നെ ചീത്ത പറഞ്ഞാൽ മതി, നോക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ ഉണ്ടാക്കട്ടെ, എന്നിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് അവളെ അഭിനന്ദിക്കാം, ഇല്ലെങ്കിൽ 2 കൊടുക്കാം, പഠിക്കേണ്ട സമയത്ത് ഇരുന്ന് ഇത് പേപ്പർ വെട്ടി കളിക്കുന്നതിനെന്ന് പറഞ്ഞ് ഞാൻ മാറിപ്പോയിട്ടോ. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയിണ്ടായിരുന്നേ, അവളെന്നെ ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ച്. അപ്പോൾ അവൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ബൊക്ക പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അഭിപ്രായവും പറയണം കേട്ടോ. നല്ലതാണേലും കൊള്ളൂലെങ്കിലും. അപ്പോൾ അതാണ് ഇന്നലെ അമ്മ ഉണ്ടാക്കിയത്. ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചില്ല കേട്ടോ, എനിക്ക് നേരം പോയി. അപ്പോൾ ഞാൻ ഓടി. പിന്നെ ഞാനിന്ന് സാരിയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് സാരി എടുത്തപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ബഷീർ ഖാൻ്റെ കടയിൽ ചായ കുടിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുത്തരും. പക്ഷേ എന്നാൽ അവിടെ നിന്ന് സരിതയും കൂടെ ഉണ്ട്, കൂട്ടുകാരും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 കൂടെ അവിടെ പോയി ചായ കുടിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഇന്നലെ രാത്രി തൊട്ടിട്ടൊന്ന് ഉച്ച വരെയുള്ള കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, പോയിട്ട് വരാം കേട്ടോ. അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നത്, അവിടെയാണ് ബഷീർ ഖാൻ്റെ ചായക്കട. അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ അപ്പുറത്താണ് സരിത, അവൾ അവിടെ നിന്ന് അങ്ങോട്ട് വരും. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ചായ കുടിക്കും. അപ്പോൾ എണ്ണക്കടി ഞാൻ കഴിക്കാനില്ല കേട്ടോ. ഇതാ നല്ല എന്താ പറയാം, കൊഴുക്കട്ട, നല്ല കൊഴുക്കട്ടയും നല്ല ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള കൊഴുക്കട്ടയും ചായയും. അവളും ഞാനും അതാണ് കഴിക്കുന്നുണ്ടോ. എണ്ണക്കടി കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ എണ്ണക്കടിയൊക്കെ ഒഴിവാക്കി. ഇവിടെ പിന്നെ ചായക്ക് 10 രൂപയുള്ളൂ, കടിക്കും 10 രൂപയുള്ളൂ. സ്റ്റാൻഡിലേക്കൊക്കെ 12 രൂപ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കൽ. അപ്പോൾ ഞങ്ങൾ ബഷീറാക്കൻ്റെ അടുത്ത് ചായയൊക്കെ കുടിച്ച് വന്ന് കടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മഴ കേട്ടോ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ആളുണ്ടാവില്ല, ആളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെറുതെ ഒറ്റയ്ക്കിരുന്ന് മടുപ്പ് ചെയ്ത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.